നമസ്കാരം. ഇപ്പോൾ മലയാള സിനിമാ രംഗത്ത് അമ്മ അതിനകത്ത് നടക്കുന്ന പെലാട്ട് കളികൾ ഒരു കൊടിച്ചങ്ങാടിയായിട്ട് മാറിയിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ രണ്ട് സൂപ്പർ താരങ്ങളാണ് ഉള്ളത്. രണ്ട് മുസ്ലിം പിള്ളേരാണ്. ഒന്ന് അൻസിബ ഹസൻ എന്ന് പറഞ്ഞ ഇത്തിരിയേ ഉള്ളൂ, ഇന്നലെ വന്നതാണ്. ഒരു സ്ഥിരപ്രജ്ഞ എന്തായാലും പറയുക, ഒന്നും നേടിയിട്ടില്ല മലയാള സിനിമയിൽ. പിന്നെയുള്ളത് ഉഷ, പേരിൽ ഉഷ എന്നാണ്, അതും മുസ്ലിമാണ്. ഈ രണ്ട് പെലാട്ടുകൾ അവരവിടെ കളം നിറഞ്ഞാടുകയാണ്. അവരുടെ ലക്ഷ്യം അമ്മയെ തകർക്കലല്ല, അമ്മയെ അൽ ഉമ്മ ആക്കി മാറ്റലാണ് അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി അവരുടെ പുറകിൽ നിൽക്കാൻ അങ്ങേയറ്റം മുതൽക്കുള്ള ആൾ വരെയുണ്ട്. നമ്മുടെ പത്മഭൂഷൺ അടക്കം വരെയുള്ള ആൾക്കാരുണ്ട്. പിന്നെ ഇവിടെ നമ്മളുടെ മട്ടാഞ്ചേരി മാഫിയ, അത് വേറെ രൂപത്തിൽ ഈ രണ്ട് പെലാട്ടുകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് നടത്തുന്നതും ഈ മാഫിയ തന്നെയാണ്. സിദ്ദിഖ്, അങ്ങനെ എല്ലാവരും അതിൻ്റെ പുറകിലുണ്ട്. ഈ ലക്ഷ്മി പ്രിയ എന്ന് പറഞ്ഞ പെൺകുട്ടി, അവർ ഇസ്ലാം വിട്ട ഒരു പെൺകുട്ടിയാണ്. അതാണ് അവരോടുള്ള ഏറ്റവും വലിയ ദേഷ്യം. അതുകൊണ്ടാണ് അവരെ വലിയ രൂപത്തിൽ ആക്രമിക്കുന്നത്. ഇവിടെ സാക്ഷാൽ മമ്മൂട്ടി, അയാളുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം കൂടി ഇതിനകത്തുണ്ട്. സുരേഷ് ബാബു എന്ന് പറയുന്ന കോട്ടയം കുഞ്ഞച്ചനോ മറ്റോ സിനിമയുടെ സംവിധായകൻ ഹിന്ദുവാണ്. ആ ഹിന്ദുവിനെ ഇവള് 2-3 കല്യാണം കഴിച്ചിട്ടുള്ളതാണ് ഈ ഉഷ എന്ന് പറയുന്ന പെണ്ണ്. ഈ ഹിന്ദുവിനെ കല്യാണം കഴിച്ചതോടുകൂടി മമ്മൂട്ടി പിന്നെ ഇവളോട് മിണ്ടിയിട്ടില്ല. അപ്പോൾ അവൻ ആരാ മുതൽ? ഇത് ഒളിഞ്ഞും തെളിഞ്ഞും കുറേ കാലമായിട്ട് ഈ അമ്മ സംഘടനയെ, അതിനകത്തൊരു ജിഹാദി പരിപാടി കാലകാലങ്ങളായിട്ട് തുടങ്ങി വെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ താരസംഘടനയിലുള്ള ചെളിവാരി എറിയൽ പരസ്യമാകുമ്പോൾ എല്ലാം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മട്ടാഞ്ചേരി മാഫിയാണ് കൈയടക്കി വെച്ചിരുന്നത്. മട്ടാഞ്ചേരി മാഫിയ ഇപ്പോൾ പുറകോട്ട് മാറിയിരിക്കുകയാണ്. ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് ആണ്. മുമ്പിൽ ഈ രണ്ട് പെലാട്ട് പടങ്ങളെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഉഷ ഹസീന, അൻസിബ ഹസൻ. ഈ രണ്ട് പെൺകുട്ടികൾക്കൊന്നും, ഈ രണ്ട് പെണ്ണുങ്ങൾക്ക്, രണ്ട് മേത്തച്ചികൾക്കൊന്നും വലിയായിട്ട് കാര്യം ചെയ്യാൻ പറ്റില്ല. ആയതുകൊണ്ട് തന്നെ ഒരു സത്യം അവശേഷിച്ചിട്ടുണ്ട്. അതിൻ്റെ പുറകിൽ നമ്മൾ വിചാരിച്ച പോലെയല്ല, അതിശക്തമായിട്ടുള്ള ജിഹാദി സാന്നിധ്യമുണ്ട്. ഇപ്പോൾ ഇത് ഗ്രൂപ്പായിട്ട് മാറിയിരിക്കുകയാണ്. അമ്മ എന്ന സംഘടന, അഥവാ സിനിമാ സംഘടനയിലിപ്പോൾ ഒരു ഗ്രൂപ്പ്, മുസ്ലിം ഗ്രൂപ്പ്, മുസ്ലിം അല്ലാത്തവരുടെ ഗ്രൂപ്പ്, അത് പ്രത്യക്ഷത്തിൽ അങ്ങനെ ആയിക്കഴിഞ്ഞു പരസ്യമായിട്ട്. ഈ ഹസീന, അതിൻ്റെ പേര് ഹനീഫ് എന്ന് തോന്നുന്നു. അവർ പറഞ്ഞൊരു കാര്യം, ഈ ലക്ഷ്മി പ്രിയക്കെതിരെ ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് വാക്ശരങ്ങളുമായിട്ട് വന്നു നിൽക്കുന്നത് ഈ ഉഷ ഹനീഫ് നസ്രിയാണ്. അവരുടെ ഒരു പ്രസ്താവന ഇതായിരുന്നു. അതിൽ കൂടെ നമുക്ക് വരിയിലൂടെ വായിച്ചെടുക്കാൻ കഴിയും. ഈ ജിഹാദി പരിപാടി. ലക്ഷ്മി പ്രിയ ഒരു കാര്യം മനസ്സിലാക്കണം. ചാനലുകൾ തോറും കയറിയിരുന്ന് വായിൽ വരുന്നത് കോതയ്ക്ക പാട്ട് എന്ന പോലെ വർഗീയ വിഷം തുപ്പുമ്പോൾ ആലോചിക്കണമായിരുന്നു, ഇത്തരക്കാരെ പ്രോത്സാഹിപ്പിക്കാനോ അംഗീകരിക്കാനോ ഞങ്ങൾ ഒരു കൂട്ടം ആളുകൾ ഉണ്ടാവില്ല എന്ന്. അതിന് ശക്തമായിട്ട് പ്രതികരിക്കാൻ ഞങ്ങൾ കുറേ ആൾക്കാർ ഉണ്ടാകുമെന്നും ലക്ഷ്മി പ്രിയ പ്രതീക്ഷിക്കേണ്ടതായിരുന്നു. അമ്മ സംഘടനയിൽ വർഗീയത കൊണ്ടുവരാമെന്നുള്ള വലിയ മോഹം ഞങ്ങൾ പൊളിച്ചടക്കി. എന്താ സംഭവിച്ചത്? അവിടേക്കൊരു കുത്തൊഴുക്കായിരുന്നു.
ഈ അടുത്ത കാലത്ത് വന്ന സിനിമ നടന്മാരുടെ പേരെടുത്ത് നിങ്ങൾ നോക്കുക, എല്ലാം മുസ്ലിങ്ങളാണ്, 1-2 ക്രിസ്ത്യാനികളും. ഏതെങ്കിലും ഒരു പുതിയ നടൻ വന്നിട്ടുണ്ടോ ഹിന്ദു സമൂഹത്തിൽ നിന്ന്? സമ്മതിക്കില്ല. അവിടെ വലുതായിട്ടുള്ള സമ്മർദ്ദമുണ്ടാകും, പുറത്താക്കും. ആ ഒരു സാഹചര്യത്തെ തടസ്സപ്പെടുത്താൻ ആരെങ്കിലും വന്നാൽ അവരെയാണ് പേരിട്ട് വിളിക്കുന്നത്, അവരുടെ പേരെയാണ് ചാരി വയ്ക്കുന്നത് വർഗീയത എന്ന്. ലക്ഷ്മി പ്രിയ എന്ന് പറഞ്ഞ പെൺകുട്ടി അവിടെ വന്നു, ശ്വേതാ മേനോൻ, ലക്ഷ്മി പ്രിയ. ഇവരുടെ മേധാവിത്വം, അപ്രമാദിത്വം അത് അരക്കിട്ടുറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ വലിയ രൂപത്തിൽ നടന്ന് അതിൻ്റെ പീക്ക് ലെവലിൽ എത്തിയപ്പോഴാണ് ഇങ്ങനൊരു കേസ് വന്നത്. അമ്മ പ്രസിഡൻ്റായിട്ട് ശ്വേതാ മേനോൻ, അതിൻ്റെ ഇപ്പോൾ ലക്ഷ്മി പ്രിയ, അങ്ങനെയൊരു കേസ് വന്നത്. അത് ഇവർക്കൊരു ചെറിയൊരു തടസ്സമായി. ആ തടസ്സം മാറ്റിയല്ലോ. ഇപ്പോൾ പറയുന്നത് അവരാണ് വർഗീയത കൊണ്ടുവന്നതെന്ന്. ഈ ശ്വേതാ മേനോൻ ഒരു കോൺഗ്രസ്സുകാരിയാണ്. ഇപ്പം അവരെയും സംഘിണിയാക്കി മാറ്റിയിരിക്കുകയാണ്. അവരൊക്കെയും കൂടി സംഘപരിവാറിനെ അവിടേക്ക് കൊണ്ടുവരാൻ ശ്രമിപ്പിച്ചു, ഞങ്ങളത് തടഞ്ഞു. ഇതാണ് ഈ 2 പെണ്ണുങ്ങൾ, പെരാട്ട് പെണ്ണുങ്ങൾ. അതല്ലേ വർഗീയത വാസ്തവത്തിൽ? ഇൻ്റർവ്യൂകളിൽ ജനിച്ച മാതാപിതാക്കളെയും ജനിച്ച മതത്തെയും ഖുറാനെയും തള്ളിപ്പറഞ്ഞ് നിങ്ങളുടെ അത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾ വൃത്തികെട്ടവകളാണ്. അവിടെയും കൊണ്ട് തള്ളി, ഖുറാനെ കൊണ്ട് തള്ളി, ജനിച്ച മതം ഇസ്ലാം, അതിനെയും ഇതിനകത്ത് കൊണ്ട് തള്ളി വച്ചിട്ടുണ്ട്. അവരുടെ അമ്മയും അച്ഛനും ഇപ്പോഴും മുസ്ലിങ്ങളായിട്ട് അവശേഷിക്കുന്നു, അവരുടെ പേരും കൊണ്ട് തള്ളി വച്ചിട്ടുണ്ട്. പതുക്കെ 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 അമ്മ എന്ന സംഘടന ആലോചിച്ച് നോക്കണം. പ്രേം നസീർ, സത്യൻ, മധു, യേശുദാസ്, അന്നത്തെ കാലത്ത് ആര് പോലും അറിയാതൊരു സ്ലിപ്പ് ഓഫ് ടങ്ങിൻ്റെ പേരിൽ പോലും പ്രേം നസീർ അയാളൊരു ജോനോനല്ലേ എന്നാരും പറഞ്ഞിട്ടില്ല. യേശുദാസ് അയാളൊരു ക്രിസ്ത്യാനിയല്ലേ എന്നാരും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്നിപ്പോൾ അത് മാത്രമാണ് പറയുന്നത്. സിനിമാ രംഗത്ത് വന്ന് പതുക്കെ 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 അവരുടെ നില ഉറപ്പിച്ചു. അവർ വട്ടം കെട്ടി, ബെൽറ്റ് കെട്ടി. പിന്നെ അതിനകത്തേക്ക് ഒരു ഹിന്ദുവിന് പ്രവേശനമില്ലാന്നാക്കി മാറ്റിയിട്ടുണ്ട്. ഇസ്ലാം വിട്ട് ഹിന്ദുവായ ലക്ഷ്മിയോട് ഈ 2 പെരാട്ട് പെണ്ണുങ്ങൾക്കുള്ള വിദ്വേഷം സാധാരണക്കാരോടുള്ള ദേഷ്യമൊന്നുമല്ല, കടുത്ത വിദ്വേഷമാണ്. അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ മതമില്ല എന്ന് പറഞ്ഞവർ തന്നെയാണ് ഇപ്പോൾ ഖുറാനെ തള്ളി കൊണ്ടുവരുന്നത്. ഇസ്ലാം വിട്ട ലക്ഷ്മി പ്രിയയെ ഈ രീതിയിൽ ആണിയടിച്ച് ക്രൂശിക്കുന്നത്. ഈ ഉഷ എന്ന് പറയുന്ന പെണ്ണ് സംവിധായകനായിരുന്ന സുരേഷ് ബാബു, അവരുടെ ഉഷയുടെ ആദ്യത്തെ ഭർത്താവ്, 2ാമത്തെയും 3ാമത്തെയും ഭർത്താക്കന്മാർ വേറെ, പിന്നെ ഇടക്കാല ഭർത്താക്കന്മാർ വേറെയുണ്ട്. അത് അവരുടെ സ്ഥിരം പരിപാടിയാണല്ലോ. അയാൾ സംവിധാനം ചെയ്ത കോട്ടയം കുഞ്ഞച്ചൻ എന്ന സിനിമയിൽ ഈ ഉഷ അഭിനയിച്ചിട്ടുണ്ട്. 2 മതസ്ഥരായിട്ടുള്ള ആളുകൾ തമ്മിലുള്ള വിവാഹം അന്ന് വലിയ വിവാദമായി. കുടുംബത്തിൻ്റെ എതിർപ്പ് മറികടന്നിട്ടാണ് വിവാഹം നടത്തിയത്. അന്ന് ഈ വിവാഹത്തെ ഏറ്റവും കൂടുതൽ എതിർത്തത് മമ്മൂട്ടിയായിരുന്നു. കാരണം എന്താണ്? തങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരു പെണ്ണ് ഒരു ഹിന്ദുവിൻ്റെ കൂട്ടത്തിൽ പോകുമ്പോൾ അദ്ദേഹത്തിന് ചൊറിയും കടി ഉണ്ടാവും. മമ്മൂട്ടി അസല് തീവ്രവാദിയാണ്. ഏതായാലും ഈ കാര്യം ഈ ഉഷ എന്ന് പറഞ്ഞ ഹസീന തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളത്. സുരേഷ് ബാബുവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഈ മമ്മൂട്ടിയോട് അവരുടെ ഈ ഉഷയുടെ ബാപ്പ സംസാരിച്ചു. അത് ഇവരോട് ഉഷയോട് സംസാരിച്ചു, നീ ഹിന്ദുവിനെ കല്യാണം കഴിക്കരുത്. പക്ഷെ കല്യാണം കഴിച്ചു. അതിനുശേഷം ഈ മമ്മൂട്ടി ഇവരോട് മിണ്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അപ്പം മമ്മൂട്ടിയുടെ മനസ്സിലെന്താ? ഏതായാലും ഇതര മതസ്ഥനെ വിവാഹം കഴിച്ചപ്പോൾ ഇസ്ലാമിനെയും ഖുറാനെയും മറന്ന് ഈ ഉഷ എന്ന് പറയുന്ന ഹസീന വീണ്ടും വിവാഹമോചനം നടത്തി അടുത്തൊരാളെ കല്യാണം കഴിച്ചു. നാസർ എന്ന് അവൻ്റെ പേര്. അത്രയപ്പോൾ വീണ്ടും ഖുറാനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി, ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി, ജിഹാദിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി.
ഇതൊക്കെ പണ്ടൊക്കെ രഹസ്യമായിട്ടായിരുന്നു. സത്യനൊരു ക്രിസ്ത്യാനിയാണ് എന്നൊക്കെ വളരെ കാലങ്ങൾക്ക് ശേഷം പലരും മനസ്സിലാക്കുന്നത്. പ്രേം നസീറിനെ ആരും ഒരിക്കൽ അയാളൊരു മുസ്ലിം അല്ലേ എന്ന് മനസ്സുകൊണ്ട് പോലും ആൾക്കാർ കരുതിയിരുന്നില്ല. അന്ന് അവരുടെ ജോലി ചെയ്യുന്നു, അവർ പോകുന്നു. അവരുടെ മതം, അതുമായിട്ടുള്ള ആചാര ഉപചാരങ്ങൾ, അവരുടെ വിശ്വാസം അവരുടെ മനസ്സിനകത്തായിരുന്നു. ആയതുകൊണ്ട് തന്നെ എല്ലാ മുക്കിലും മൂലയ്ക്കും മതം തിന്ന് മതം തൂറി നടക്കുന്നൊരവസ്ഥ അന്ന് ആർക്കും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ മലയാള സിനിമ നോക്കി അറിയാൻ പറ്റും, പതുക്കെ 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 അവിടെ വന്ന് നിറയുകയാണ്. ഏത് സിനിമയിലും വന്ന് നിറയുകയാണ് ഇസ്ലാമോഫോബിയ പറയാതിരിക്കാൻ വയ്യ. ജിഹാദ് നിറയുകയാണ് ഈ മലയാള സിനിമാ രംഗത്ത്. ഇതേ മതസ്ഥർ ഇസ്ലാമിന് ഹറാമാണെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച കാര്യങ്ങളിൽ പെട്ടതാണ് ഈ സിനിമ, സംഗീതം, കലാപരിപാടികളെല്ലാം ഞമ്മക്ക് ഹറാമാണ് എന്ന് പറയും ആൾക്കാർ. പക്ഷെ പേരിന് വേണ്ടിയിട്ടാണെങ്കിൽ, പ്രശസ്തിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ, അധികാരത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ, പണം കുന്നുകൂട്ടാനാണെങ്കിൽ എന്ത് ആഭിചാര വ്യഭിചാര പ്രക്രിയകൾക്കും കൺസെൻറ്റുണ്ട്, സമ്മതിപത്രമുണ്ട്. അതിന് ഖുർആൻ എതിരല്ല, അതിന് തലയെക്കെട്ടുകാരെതിരല്ല, അതിൻ്റെ വക്താക്കളും എതിരല്ല. അപ്പോൾ കാര്യങ്ങൾ കാണാനും, അങ്ങനെ വരുമ്പോൾ കാര്യങ്ങൾ കാണാൻ അഥവാ കേൾക്കാൻ അവർക്ക് കണ്ണുമില്ല കാതുമില്ല. അൻസിബ ഹസൻ സിനിമാ നടി, അമ്മ സംഘടനയിൽ അവിടെ കലാപം ഉണ്ടാക്കുന്നു. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഏത് അൻസിബ ഹസൻ? ഞങ്ങളറിയില്ലല്ലോ. കഴിഞ്ഞു. കാരണം അവർ കാര്യങ്ങൾ നേടുമ്പോൾ അതവരറിയുന്നില്ല. അവനവൻ്റെ കാര്യം നോക്കി ചിലപ്പോൾ അവനവൻ്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട്, അവനവൻ്റെ കാര്യസാധ്യത്തിനായിട്ട് ചിലപ്പോൾ മത തീവ്രവാദം, മറ്റുള്ള സമയത്ത് വളരെ മൃദുവായിട്ടുള്ള മതേതരവാദവും, അത് സമയവും കാലം നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചടിക്കും. മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത മലം തിന്ന് ജീവിക്കുന്ന മൃഗതുല്യരായിട്ടൊരു കൂട്ടമാണ് ഇപ്പോൾ മതമാണ് പ്രശ്നമെന്ന് പറഞ്ഞു നടക്കുന്ന മതം പൊട്ടിയ കൂട്ടർ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ തുടങ്ങും, ഇതേ ഞങ്ങളെ ആക്രമിച്ചു, ഞങ്ങൾ ന്യൂനപക്ഷത്തിനെ അവർ ചവിട്ടിക്കൂട്ടുന്നു, RSSകാർ ചെയ്യുന്നത് കണ്ടില്ലേ, നരേന്ദ്രമോദി ചെയ്യുന്നത് കണ്ടില്ലേ. അവിടെ തുടങ്ങുകയാണ് എരവാദം. ആ വേട്ടക്കാർ മുഴുവൻ ഹിന്ദുക്കളും അഥവാ RSSകാരും ഹിന്ദുത്വവാദികൾ. ഇസ്ലാമോഫോബിയ വരുന്നു, മുസ്ലിങ്ങളെ വേട്ടയാടുന്നു, അങ്ങനെ നിലവിളിക്കാൻ തുടങ്ങും. ഒരു സത്യം അവശേഷിക്കുന്നുണ്ട്, സമസ്ത മേഖലകളിലും ജിഹാദിസം പടർത്താൻ ഒളിഞ്ഞും തെളിഞ്ഞും കർമ്മപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല കേട്ടോ, ഉത്തരേന്ത്യയിലൊക്കെ കഴിഞ്ഞു, കുടത്തിലടച്ചു ഭൂതത്തെ. അമ്മ എൻ്റെ ഭരണസമിതിയെ പുറത്താക്കാൻ വേണ്ടി 2-3 മേത്തച്ചികളെ ഒപ്പം മേത്തച്ഛന്മാരെയും മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയത് ആരാണ്? ഈ 2 പെണ്ണുങ്ങൾക്ക് അതിനുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റും അതിന് തക്ക പേഴ്സണാലിറ്റിയും ഇല്ല. ഏതായാലും മുസ്ലിമിന് സിനിമ ഹറാം ആണെന്ന് പറഞ്ഞു നടക്കുന്നവർ ഒന്നറിയണം, ഇപ്പോൾ മുസ്ലിങ്ങളായിട്ടുള്ള ഞങ്ങൾ മാത്രമേ സിനിമാ രംഗത്ത് ഉണ്ടാകാൻ പാടുള്ളൂ എന്നായി അവരുടെ സ്ലോഗൻ. കാര്യസാധ്യത്തിന് വേണ്ടി, സ്വാർത്ഥ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്നൊരു ഫ്രോഡ് മതമായി മാറി ഇസ്ലാം ഈ കേരളത്തിൽ. ഇപ്പോൾ ജിഹാദി അജണ്ട സിനിമാ രംഗത്തും നടപ്പായി കഴിഞ്ഞു എന്ന് വേണം പറയാൻ. അൻസിബ ഹസൻ എന്ന പെൺകുട്ടി സിനിമാ രംഗത്ത് സ്ഥിരപ്രതിജ്ഞ നേടിയ ഒരു പെണ്ണല്ല. ഉഷാ ഹസീന ഒരു നാഴികക്കല്ലായിട്ടുള്ള നടിയുമല്ല. അവർ രണ്ടുപേരും അതിശക്തമായിട്ട് മുന്നോട്ട് വന്നപ്പോഴേ കാര്യം എല്ലാവർക്കും പിടികിട്ടി.
ഇവളുമാർക്ക് പുറകിൽ അതിശക്തമായിട്ടുള്ള ജിഹാദി സാന്നിധ്യമുണ്ട് എന്ന്. ഇപ്പോൾ ലക്ഷ്മിപ്രിയ, ശ്വേതാമേനോൻ തുടങ്ങിയ ഹിന്ദു സ്ത്രീകൾക്ക് നേരെ വലിയ തോതിലുള്ള ആക്രമണം നടത്തുകയാണ്. ഇപ്പോൾ സിനിമാരംഗം ഹിന്ദുക്കൾക്ക് അന്യമായി കൊണ്ടിരിക്കുകയാണ്. സിനിമാരംഗത്ത് മാത്രമല്ല, രാഷ്ട്രീയ രംഗത്തും സാംസ്കാരിക രംഗത്തും സാഹിത്യരംഗത്തും ഈ പ്രവണത കാണുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ മുതൽക്ക് ആരാധ്യനായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ അവർകളെ അദ്ദേഹത്തിന് പത്മ പുരസ്കാരം കിട്ടിയിരിക്കുകയാണ്. അത് മുതൽക്ക് പത്മവിഭൂഷൺ കിട്ടിയിരിക്കുകയാണ്. അതാണ് ഏറ്റവും ഔന്നത്യമുള്ള പുരസ്കാരം പത്മയിൽ. അത് കഴിഞ്ഞ് പിന്നെ ഭാരതരത്നമാണ്. അങ്ങനെയുള്ള വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഹിന്ദു നേതാവിനെ എങ്ങനെയൊക്കെ അപമാനിക്കാമോ, എങ്ങനെയൊക്കെ അധിക്ഷേപിക്കാമോ, ആ രീതികളെല്ലാം പയറ്റുകയാണ് ഈ തീവ്രവാദി സംഘത്തിൻ്റെ സൈബർ ഗുണ്ടകൾ. ഇന്നലെ ഒരാൾ എന്നോട് ഫോൺ ചെയ്ത് ചോദിച്ചു, വെള്ളാപ്പള്ളി നടേശനൊരു പത്മവിഭൂഷൺ കിട്ടിയല്ലേ? കിട്ടി. മമ്മൂട്ടിക്ക് എത്രയോ 100 പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. ആര് പറഞ്ഞു? മനോരമ ചാനൽ പറഞ്ഞു. കാരണം ആരാധ്യനായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ ഒരു പ്രാവശ്യമാണ് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അവർകളിൽ നിന്ന് ഈ അവാർഡ് വാങ്ങിച്ചത്. പക്ഷേ ഈ മമ്മൂട്ടി എന്ന് പറയുന്നവൻ പോകുന്നു വാങ്ങിക്കുന്നു വരുന്നു, പോകുന്നു വാങ്ങിക്കുന്നു വരുന്നു, പോകുന്നു വാങ്ങിക്കുന്നു വരുന്നു, പോകുന്നു വാങ്ങിക്കുന്നു. അത് മാത്രം വാർത്ത വായിക്കുമ്പോൾ ഒരു ഭാഗത്ത് വാർത്ത, ഒരു ഭാഗത്ത് ഇയാൾ പോയി വാങ്ങിക്കുന്നു വരുന്നു, പോകുന്നു വാങ്ങിക്കുന്നു വരുന്നു, വാങ്ങിക്കുന്നു വരുന്നു, വാങ്ങിക്കുന്നു. എത്ര വൃത്തികേടാണ് വാസ്തവത്തിലത്. കടുത്ത വിധേയത്വം അതാണ് കാണിച്ചത്. വെള്ളാപ്പള്ളിയുടെ പേര് പറയുമ്പോൾ TV ചാനലുകൾക്ക് പറയാതിരിക്കാൻ വയ്യ, ന്യൂസല്ലേ, എന്നാലിങ്ങനെ ഓക്കാനിക്കാൻ വരുന്നു എന്നുള്ളതാണ്. സിനിമാ സംഘടനയുടെ പേര് ഇനി ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ അമ്മ എന്നിടുന്നതിൽ അർത്ഥമില്ല. അതിന് നല്ല പേര് അൽ ഉമ്മ എന്നായിരിക്കും. ബോളിവുഡിൽ അഥവാ ബോംബെയിലൊക്കെ അതായി കഴിഞ്ഞു. അവിടെ ഖാൻമാരാണ്. ഷാരൂഖ് ഖാൻ, സൽമാൻ ഖാൻ, പിന്നെ വേറൊരുത്തനും കൂടിയുണ്ട്. അവിടെ അവരുടെ പേക്കൂത്തുകളാണ് അവിടെ നടക്കുന്നത്. അതിൻ്റെ പുറകിൽ ദാവൂദ് ഇബ്രാഹിം, കൊടിയ കള്ളക്കടത്തുകാരൻ, കൊലയാളി, അയാൾ ഡി കമ്പനി എന്നും പറഞ്ഞ് അവിടെ ഇരുന്നുകൊണ്ട്, ദുബായിൽ ഇരുന്നുകൊണ്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരണത്തിൽ വല്ലാതെ ഓർമ്മിക്കപ്പെടേണ്ട ഒരു നാമമുണ്ട്. സംപൂജ്യനായിട്ടുള്ള സ്വാമിജി സത്യാനന്ദ സരസ്വതി, ചേങ്കോട്ടുകോണ സ്വാമിയുടെ പേര്. അദ്ദേഹം നേരത്തെ പറഞ്ഞതാണ്, ഇവിടെയുള്ള സർവ്വ കച്ചവടങ്ങളാകട്ടെ, സാഹിത്യമാകട്ടെ, സാംസ്കാരിക രംഗമാകട്ടെ, രാഷ്ട്രീയമാകട്ടെ, എല്ലാം ഹിന്ദുക്കൾ ആവശ്യത്തിലേറെ നിസ്സംഗത കാണിച്ചാൽ, ആവശ്യത്തിലേറെ മതേതരത്വം വിളമ്പാൻ നടന്നാൽ, എടാ ജന്തുവേ, നീ മേൽപ്പറഞ്ഞ എല്ലാ മേഖലകളിൽ നിന്നും നീ പുറന്തള്ളപ്പെടും. അങ്ങനെയുള്ള നീ എവിടേക്ക് പോകുമെടാ എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിച്ചു. കച്ചവട സ്ഥാപനങ്ങളിൽ പോകുമ്പോൾ പോലും, ഒരു ഓട്ടോറിക്ഷ വിളിക്കുമ്പോൾ പോലും, ഒരു ടാക്സി വിളിക്കുമ്പോൾ പോലും സൂക്ഷിക്കേണ്ടതുണ്ട് ഹിന്ദുക്കൾ. ഞാൻ ഇടുക്കിയിൽ കുമളിയിൽ, അവിടെ ആ കുമളിയുടെ നടുവിലുള്ള ആ ക്ഷേത്രത്തിൽ, ഗണപതി ക്ഷേത്രമാണ്, ഗണപതി ഭദ്രകാളി ക്ഷേത്രമറ്റാണ്, അവിടെ ഗീതം നടത്തുന്ന സമയത്ത് അവിടെ തൊട്ടടുത്തുള്ള പള്ളിയിലുള്ള അച്ഛൻ അയാളുടെ അവിടെ വാർത്ത വായിക്കുന്ന ഒരു കുട്ടിയൊന്ന് വാർത്ത വായിക്കും. അവിടുത്തെ കുർബാന കഴിയുന്നതിന് മുമ്പോ പിൻപോ അതിൽ പറയുകയാണ്, തോമസിൻ്റെ മകൻ തോമസ് പുതിയൊരു ബസ് വാങ്ങിച്ചിട്ടുണ്ട്. അത് ആലുവ കുമളി റൂട്ടിലാണ് ഓടുന്നത്. നമ്മുടെ ആൾക്കാർ മുഴുവൻ കാത്തു നിന്ന് ആ ബസ്സിൽ തന്നെ കയറണം എന്ന് പറഞ്ഞത്. അതിനെ വർഗീയതയായിട്ട് ചിത്രീകരിക്കുന്നില്ല. ഇപ്പോൾ സത്യാനന്ദ സരസ്വതി പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ പൊന്തി വരികയാണ്. ഹിന്ദുവേ, എടാ ജന്തുവേ, നീ എവിടേക്ക് പോകും? എല്ലാ രംഗവും
ജിഹാദി പ്രസ്ഥാനം അവിടേക്ക് ഒഴുകി വന്നു കഴിഞ്ഞു. കേരളം ഒരു ജിഹാദി സംസ്ഥാനമായി കഴിഞ്ഞു. കൂടുതലൊന്നും പറയുന്നില്ല. സത്യാൻ സൽസിയുടെ വാക്കുകൾ മാത്രം എടുത്തു പറഞ്ഞ് ഞാൻ ഉപസംഹരിക്കുന്നു. ഇങ്ങനെയാണ് പോക്കെങ്കിൽ എടാ ജന്തുവേ, നീയൊക്കെ എവിടേക്ക് പോകും? നമസ്കാരം.